മറ്റൊരു ദാരുണമായ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുമ്പോൾ കളിയിക്കാവിള ദേശീയപാതയിൽ യുവാവ് കാറിനുള്ളിൽ കഴുത്തറുത്ത് കൊല്ലപ്പെട്ട നിലയിൽ. കരമന സ്വദേശി ദീപുവാണ് കൊല്ലപ്പെട്ടത്. കാറിനുള്ളിൽ നിന്നും ദീപുവിന്റെ ആധാർ കാർഡും ഡ്രൈവിംഗ് ലൈസൻസും പോലീസ് കണ്ടെത്തി. സജയകുമാർ വിവരങ്ങളുമായി ചേരുന്നു. സജയകുമാർ, ഇത് എപ്പോഴായിരുന്നു ഈ ഒരു സംഭവം? ഈ കൊല്ലപ്പെട്ടത് ആരാണ് എന്ന കാര്യത്തിൽ പോലീസ് സ്ഥിരീകരണം നടത്തിയോ? എന്താണ് സംഭവിച്ചത്? പ്രതികളെ കുറിച്ച് സൂചനയുണ്ടോ? ഭവ്യ, അർദ്ധരാത്രിയോടെയായിരിക്കാം ഈ കൊലപാതകം നടന്നത് എന്നാണ് നിഗമനം. ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. കന്യാകുമാരി ജില്ല കേരള അതിർത്തിയോട് ചേർന്ന കളിയിക്കാവിള ദേശീയപാതയിൽ പെട്രോൾ പമ്പിന് എതിർവശമാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത്. അത് കാറിനുള്ളിൽ XUV KL01 CE 7911 XUV എന്ന ഒരു വെള്ള നിറ കാറിനുള്ളിലാണ് ഡ്രൈവിംഗ് സീറ്റിൽ കഴുത്തറുത്ത് ദാരുണമായ ഒരു കൊലയാണ്. കഴുത്തറുത്ത് കൊല ചെയ്യപ്പെട്ട രീതിയിലാണ് മൃതദേഹം കാണപ്പെട്ടത്. മൃതദേഹം പോലീസ് കളിയിക്കാവിള പോലീസ് കൈപ്പറ്റി അന്വേഷണം നടത്തി വരുന്നു. അതിൽ നിന്നും ആധാർ കാർഡും ഡ്രൈവിംഗ് ലൈസൻസും കൈപ്പറ്റിയിട്ടുണ്ട്. ആധാർ കാർഡിൽ ദീപു എസ് സൺ ഓഫ് സോമൻ TC 64/238 ദിലീപ് ഭവൻ വിവേക് നഗർ കൈമനം പാപ്പനംകോട് തിരുവനന്തപുരം എന്ന വിലാസമാണ് അതിലുള്ളത്. അതേപോലെ ലൈസൻസും അതേ പേരിലുള്ള ലൈസൻസുമാണ് പോലീസ് കൈപ്പറ്റിയിട്ടുണ്ട്. സമീപത്തുള്ള ഒരു വീട്ടിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളും കിട്ടിയിട്ടുണ്ട്. അതിൽ കൊലപാതകം നടന്ന സമയത്ത് കാറിനുള്ളിൽ നിന്ന് ഒരാൾ ഇറങ്ങി നടന്നു ചെല്ലുന്നത് പോലെ CCTV ദൃശ്യത്തിൽ പതിഞ്ഞിട്ടുണ്ട്. ആ CCTV ദൃശ്യങ്ങളും പോലീസ് കൈപ്പറ്റി അന്വേഷണം തീവ്രമാക്കിയിട്ടുണ്ട്. എന്തായാലും ഒരു ദാരുണമായ ഒരു കഴുത്തറുത്ത് കൊലയാണ് നടന്നിരിക്കുന്നത്. പോലീസ് ആ ഭാഗത്തുള്ള പല സ്ഥലത്തും നിന്നും CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച ഇപ്പോൾ അന്വേഷണം തീവ്രമാക്കിയിട്ടുണ്ട്. ഭവ്യ, സജയകുമാർ, ഈ പ്രതികളെ കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? അന്വേഷണം ഏത് തരത്തിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? ഒപ്പം ഒരു കാര്യം കൂടി, ഇത് ആസൂത്രിതമായ കൊലപാതകമെന്നാണോ പ്രാഥമിക നിഗമനം പോലീസിന്റെ? അത് ദൃശ്യങ്ങളും ആ കൊലപാതക രീതിയും കണ്ടാൽ ഇത് ആസൂത്രിതമായ ഒരു കൊലപാതകമായിരിക്കാം എന്നാണ് പോലീസിന്റെ നിഗമനം. എന്തായാലും ഇതിന് പിന്നിൽ ആരാണ്, മുൻവിരോധമാണോ എന്നുള്ള കാര്യങ്ങൾ ഇനി തന്നെ അറിയാൻ കഴിയും. ഫിംഗർ പ്രിന്റ് വിദഗ്ധരും അതുപോലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഒക്കെ കിട്ടിയതിനു ശേഷം ഇതിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ മൃതദേഹം ആശാരിപ്പള്ളം നാഗർകോവിലുള്ള ആശാരിപ്പള്ളം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിനായി പോലീസ് അയച്ചിട്ടുണ്ട്. പോലീസ് ഈ ഭാഗത്ത് അന്വേഷണവും തീവ്രമാക്കിയിട്ടുണ്ട്. ഭവ്യ, ശരി, നന്ദി. സജയകുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്.